കോഴിക്കോട് നമ്മുടെ പ്രതിനിധി സിനോജ് ഉണ്ട്. ഇന്നലെ വൈകുന്നേരം എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയിലെ ഡീസൽ ചോർച്ച വല്ലാതെ ആശങ്കയുണ്ടാക്കിയിരുന്നു, പരിഭ്രാന്തി പടർത്തിയിരുന്നു. ഇന്ന് വിശദ പരിശോധന നടത്തും ഈ വിഷയത്തിൽ. ആരോഗ്യവകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡും സംയുക്തമായാണ് പരിശോധന നടത്തുക. അപകടനില പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞതായി ഫയർഫോഴ്സ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മാൻഹോളിലൂടെ പുറത്തേക്കൊഴുകിയ ഡീസൽ ഇപ്പോഴും ഓടയിലൂടെ ഒഴുകുന്നുണ്ട്. മണ്ണിലൂടെ ഒഴുകി കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലും എത്തിയാലുണ്ടാകുന്ന ആശങ്കയിലാണ് ഇപ്പോൾ നാട്ടുകാർ. സ്ഥലത്ത് നിന്നും സിനോജ് തോമസ് ചേരുന്നു. സിനോജ് തോമസ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നാട്ടുകാരൊക്കെ കുറേ ബാരൽ ഡീസൽ ശേഖരിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഇന്ന് വീണ്ടും ഡീസൽ ഒഴുകുന്നുണ്ടോ ആ ഭാഗത്തുകൂടി? അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു സ്മെല്ലൊക്കെ ഉണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സ്മെല്ലുണ്ട്, ഡീസലിൻ്റെ ആ ഗന്ധമുണ്ട്, പക്ഷേ ഒഴുകുന്നില്ല. ഒഴുക്ക് നിലച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഓവുചാലയ്ക്ക് നോക്കിയാൽ കാണാം ഇപ്പോഴും ഡീസലിൻ്റെ ആ നീല കളറുണ്ടല്ലോ, അത് വെള്ളത്തിൻ്റെ മുകളിലുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ ചെയ്തുകൊണ്ടിരുന്നത്, ഈ നിമിഷം വരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്, ഈ വെള്ളത്തിനകത്തുള്ള അവസാന തുള്ളി ഡീസലും വലിച്ചെടുക്കാൻ വേണ്ടി ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനം ഇവരുടെ കയ്യിലുണ്ട്. അത് ആ ദൃശ്യങ്ങൾ അവിടെയുണ്ട്. വേണമെങ്കിൽ പ്രേക്ഷകർ അത് കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതൊരു പുതിയൊരു അറിവായിരിക്കും. വെള്ളത്തിൽ കലരുന്ന ഡീസലും പെട്രോളും വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പോഞ്ചാണ്. ആ സ്പോഞ്ച് വെള്ളത്തിലിട്ടിട്ട് ആ ഡീസൽ വലിച്ചെടുത്ത് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനു മുൻപ് ഇന്ന് പുലർച്ചെ ഒരു 3-4 മണി വരെ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ചെയ്തെന്നാണ് പറയുന്നത്. ആ മോട്ടറൊക്കെ തന്നെ ഇതിൻ്റെ പുറകുവശത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ 10-ലധികം ബാരലുകളിലാണ് ഡീസൽ ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് ഈ ഓവുചാലിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ആ ബാരലുകളൊക്കെ തന്നെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അല്പസമയം മുൻപ് ഈ ഡിപ്പോയ്ക്ക് അകത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 700 ലിറ്റർ മുതൽ 1000 ലിറ്റർ മുകളിലേക്ക് ഡീസൽ പുറത്തേക്ക് ഒഴുകിയെന്നാണ് മനസ്സിലാവുന്നത്. ഈ ഓവുചാലിലേക്ക് നോക്കിയാലൊക്കെ തന്നെ കാണാം നീല കളറിലും ആ ഡീസലിൻ്റെ പാട വെള്ളത്തിന് മുകളിൽ ഇപ്പോഴും ഉണ്ട്. ഈ ഓവുചാല് വഴി പഴയ ദേശീയപാത വഴി കോരപ്പുഴയിലേക്ക് പോയതായിട്ട് സംശയിക്കുന്നുണ്ട്. കാരണം ഇത് ജനവാസ മേഖലയാണ്. ഇതിന് മുൻപും ഇതേ രീതിയിൽ ഡീസൽ ഒഴുകിയെന്ന് പറയുന്നുണ്ട്. ഈ പെട്രോളിയം കമ്പനിയുടെ അധികൃതർ പറയുന്നത് ഇത് കവിഞ്ഞൊഴുകിയെന്നാണ് പറയുന്നത്. അതായത് ഈ ടാങ്കർ ഗുഡ്സ് ട്രെയിനിലാണ് ഇന്ധനം വരുന്നത്. അത് ഇവിടെയുള്ള സംഭരണ കേന്ദ്രത്തിലേക്ക് നിറയ്ക്കുന്ന സമയത്ത് അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് പോയി, നിറഞ്ഞ് കവിഞ്ഞൊഴുകി പോയി എന്ന് പറയുന്നു. നിറഞ്ഞാൽ അറിയാനുള്ള സംവിധാനമുണ്ട്. ഇനി കവിഞ്ഞൊഴുകിയാൽ അപായമണി മുഴങ്ങേണ്ടതാണ്. അതും പ്രവർത്തിച്ചിട്ടില്ല. അത് നന്നാക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത ഉണ്ടോ എന്താ സംഭവിച്ചെന്നുള്ളത്? അവർ പറയുന്നത് ഇത് ഒരു അടുത്ത ആഴ്ചയിൽ ഒരു ഇൻസ്പെക്ഷൻ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചെക്കിംഗ് നടത്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 2 സ്റ്റേജുകൾ വിജയിച്ചു. 3ാമത്തെ സ്റ്റേജിൽ അത് ഫെയിലിയർ ആയിപ്പോയി. സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻ്റ്, ഒരു മാനുവൽ കംപ്ലയിൻ്റ് അല്ല, സിസ്റ്റം കംപ്ലയിൻ്റ് ആണ് അവിടുത്തെ മാനേജർ ഇന്നലെ പറഞ്ഞത്, ഡെപ്യൂട്ടി കളക്ടർ അടുത്ത് പറഞ്ഞത്. പക്ഷേ നിറഞ്ഞ കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകിയെന്നാണല്ലോ ഇന്നലെ പറഞ്ഞത്. ചോർച്ചയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 10,000-കണക്കിന് ലിറ്റർ ഡീസലാണ് പുറത്തേക്ക് ഒഴുകിയതാണത്. അപ്പോൾ ചോർച്ചയല്ല, ഇത് ശരിക്കും ഒഴുക്കാണ്. വലിയ പുഴ പോലെ, അരുവി പോലെ ഒഴുകുകയായിരുന്നു. ഇവിടെയൊക്കെ നിറച്ച് ഡീസലായിരുന്നു. ഇപ്പോൾ രാവിലെയാണ് അത് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞത്. അത്രയും ശക്തമായപ്പോൾ ഇതൊന്നിപ്പോൾ ആദ്യമായിട്ടല്ല, മുമ്പും ചെറിയ ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ ഒഴുക്കുണ്ടായിട്ടുണ്ട്. ഇത്രയും ശക്തമായി ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നു പറഞ്ഞാൽ ഈ ഇത്തരം ഒരു പ്ലാന്റ് ഇത്തരം ജനവാസ മേഖലയിൽ ഈ ഹൈവേയുടെ സമീപത്ത് ഒരിക്കലും പാടില്ല. തീർച്ചയായിട്ടും ഇവിടുന്ന് ഇത് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എത്ര ദൂരത്തിലേക്ക് ഒഴുകി പോയിട്ടുണ്ടോ ഈ ഓവുചാൽ വഴി? മാക്സിമം 500-1000 കിലോമീറ്ററോളം. 1 കിലോമീറ്ററിൽ ഒഴുകിയിട്ടുണ്ടോ? 1 കിലോമീറ്റർ മാക്സിമം ഒഴുകിയിട്ടുണ്ടോ? കോരപ്പുഴ പുഴയിലും കടലിൽ എത്തിക്കാണോ? എത്തിക്കാണും. മുമ്പ് ഇതുപോലെ തന്നെ ഇതേ സംഭവം തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മുമ്പത്തെ മാതിരിയല്ല, ഇത് രൂക്ഷമായിട്ടാണ്, ഇത് ഏറ്റവും കൂടുതലായിട്ടാണ് ഇത് ഡീസൽ ഒഴുകിയത്. അരുൺകുമാർ, ഇതിന് മുമ്പും സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത്ര അധികം വലിയ തോതിൽ ഒഴുകിയെന്ന് പറയുന്നു. ഈ സംഭരണ കേന്ദ്രം കണ്ണൂർ പയ്യന്നൂരിലെ ഒരു പ്രദേശത്തേക്ക് മാറ്റാൻ വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് തീരുമാനിച്ചതാണ്. പക്ഷേ അവിടെയും ജനകീയ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് ഈ സംഭരണ കേന്ദ്രം മാറ്റാൻ കഴിയാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. മാനുവൽ വിഷയമല്ല എന്ന് പറയുമ്പോഴും സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഉണ്ടായത് മനുഷ്യ ശ്രദ്ധിച്ചില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഓവർഫ്ലോ ചെയ്യുന്ന ഘട്ടത്തിൽ അതിൽ അലാം അവിടെ അടിക്കേണ്ടതാണ്. അലാം അടിച്ചിരുന്നുവെങ്കിൽ മാനുവലായിട്ട് പോയിട്ട് ഓവർഫ്ലോ തടയാമായിരുന്നു. എത്രയോ ലിറ്റർ, 1000-കണക്കിന് ലിറ്ററാണ് ഇന്നലെ ഒഴുകിപ്പോകുന്നത് കണ്ടത്. ഡീസൽ ഒഴുകിപ്പോയതിലല്ല, ഇത് പോയിട്ട് സാധാരണക്കാരുടെ കിണറ്റുകളിലേക്കും അവരുടെ മണ്ണിലേക്കും ഒക്കെ ചെന്നിറങ്ങും, കോരപ്പുഴയിലേക്ക് പോകും. അവിടുത്തെ മത്സ്യബന്ധനത്തിന് അത് ബാധിക്കും, ആ മത്സ്യങ്ങളെ അത് ബാധിക്കും. പിന്നീട് കടലിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ അപകട സാധ്യത, ഒഴുകുന്ന വഴിയിൽ ആരെങ്കിലും ഒരു തീപ്പെട്ടി കത്തിച്ചിട്ടാൽ ആ പ്രദേശം മുഴുവൻ തീപിടിച്ചു പോകുന്നൊരു സാഹചര്യവും ഉണ്ടാവും. എന്തായാലും ഒരു അപകട സാധ്യത ഇപ്പോൾ മറികടന്നിരിക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഇന്നലെ അവിടെ എത്തി. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിശദീകരണം നൽകാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഡീസൽ ഓവുചാൽ ഇന്നലെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ കണ്ടത്. ആളുകൾ ബക്കറ്റൊക്കെ വന്ന് കോരിയെടുത്തോണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അതിനകത്ത് വെള്ളവും അഴുക്കും മാലിന്യവും ഒക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും വണ്ടിയിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും തൽക്കാലം അത് പുഴയിലെത്താതെ തടയാൻ പരമാവധി നോക്കി. പക്ഷേ എന്തായാലും അത് പുഴയിലെത്തിയിട്ടുണ്ട് കുറേയൊക്കെ. ഇനിയൊരു ചെറിയ ഇടവേള വേണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇടവേളയ്ക്ക് ശേഷം മറ്റു വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് വരും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം വൈകുന്നു എന്ന് മാത്രമല്ല, ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് 183 കോടി രൂപ വ്യോമസേനയുടെ ബില്ല് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.